വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഫെബ്രുവരി മാസം തൊഴിൽ വീതിയുടെ രണ്ടാമത്തെ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. 2025 ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? യാനിക് സിന്നർ. 2025 ജനുവരി 25 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 75. 2025 ജനുവരി 25 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 75. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇന്ത്യ വേദിയായ 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ പുരുഷ വിഭാഗം ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ച രാജ്യമേത്? നേപ്പാൾ. ഇന്ത്യ വേദിയായ 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ പുരുഷ വിഭാഗം ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ച രാജ്യമേത്? നേപ്പാൾ. പ്രഥമ പുരുഷ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി? ബി നിഖിൽ. പ്രഥമ പുരുഷ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി? ബി നിഖിൽ. ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം? ഒഡീഷ. ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം? ഒഡീഷ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ തേജസ്, താര എന്ന് പറയുന്ന ചെറുമാനുകളാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ തേജസ്, താര എന്ന് പറയുന്ന ചെറുമാനുകൾ. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്? പി ടി ഉഷ. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്? പി ടി ഉഷ. നിലവിലെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി? മൻസുഖ് മാണ്ഡവ്യ. നിലവിലെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി? മൻസുഖ് മാണ്ഡവ്യ. നിലവിലെ കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി? രക്ഷ നിഖിൽ ഗഡ്സെ. നിലവിലെ കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി? രക്ഷ നിഖിൽ ഗഡ്സെ. ഇന്ത്യൻ സൈന്യവും കംബോഡിയൻ സൈന്യവും ചേർന്ന് 2024 ഡിസംബറിൽ നടത്തിയ സൈനി സിൻബാക്സ് 1ന്റെ വേദി ഏത്? പൂനെ. ഇന്ത്യൻ സൈന്യവും കംബോഡിയൻ സൈന്യവും ചേർന്ന് 2024 ഡിസംബറിൽ നടത്തിയ സൈനി സിൻബാക്സ് 1ന്റെ വേദി ഏത്? പൂനെ. ഇന്ത്യൻ സായുധ സേനയും സിംഗപ്പൂർ സായുധ സേനയും ചേർന്ന് 2024 നവംബറിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമായ അഗ്നി വാറിയർ 2024ന്റെ വേദി? ദേവ്ലാലി ഫീൽഡ് ഫയറിംഗ് റേഞ്ച്, മഹാരാഷ്ട്ര. ഇന്ത്യൻ സായുധ സേനയും സിംഗപ്പൂർ സായുധ സേനയും ചേർന്ന് 2024 നവംബറിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസമായ അഗ്നി വാറിയർ 2024ന്റെ വേദി? ദേവ്ലാലി ഫീൽഡ് ഫയറിംഗ് റേഞ്ച്, മഹാരാഷ്ട്ര. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസമായ ഓസ്ട്ര ഹിന്ദ് 3ാം പതിപ്പിന് 2024 നവംബറിൽ വേദിയായത് എവിടെ? ഫോറിൻ ട്രെയിനിംഗ് നോഡ്, പൂനെ. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസമായ ഓസ്ട്ര ഹിന്ദ് 3ാം പതിപ്പിന് 2024 നവംബറിൽ വേദിയായത് എവിടെ? ഫോറിൻ ട്രെയിനിംഗ് നോഡ്, പൂനെ. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമായ വജ്രപ്രഹാരിയുടെ വേദി? ഓർച്ചാഡ് കോംബാറ്റ് ട്രെയിനിംഗ് സെന്റർ, US. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമായ വജ്രപ്രഹാറിന്റെ വേദി എവിടെയാണ്? ഓർച്ചാഡ് കോംബാറ്റ് ട്രെയിനിംഗ് സെന്റർ, US. ഇന്ത്യ കസാക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2024ന്റെ 8ാം പതിപ്പിന്റെ വേദി? ഔലി സൂര്യ ഫോറിൻ ട്രെയിനിംഗ് നോഡ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യ കസാക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2024ന്റെ 8ാം പതിപ്പിന്റെ വേദി? ഔലി സൂര്യ ഫോറിൻ ട്രെയിനിംഗ് നോഡ്, ഉത്തരാഖണ്ഡ്. 2024 ഓഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമാഭ്യാസമായ ഉദാരശക്തി 2024ന്റെ വേദി? മലേഷ്യ. 2024 ഓഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമാഭ്യാസമായ ഉദാരശക്തി 2024ന്റെ വേദി? മലേഷ്യ. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തി 2024ന്റെ വേദി? മദ്രു ഓയ ആർമി ട്രെയിനിംഗ് സ്കൂൾ, ശ്രീലങ്ക.
ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസമായ മിത്രശക്തി 2024 വേദി മധുരു ഓയ ആർമി ട്രെയിനിംഗ് സ്കൂൾ, ശ്രീലങ്ക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് സെക്യൂരിറ്റി എക്സസൈസായ സീ ഡിഫൻഡേഴ്സ് 2024 നടന്നത് എവിടെ? പോർട്ട് ബ്ലെയർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് സെക്യൂരിറ്റി എക്സസൈസായ സീ ഡിഫൻഡേഴ്സ് 2024 നടന്നത് എവിടെ? പോർട്ട് ബ്ലെയർ. 2023 5ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ. 2ാം സ്ഥാനം ഉത്തർപ്രദേശ്, 3ാം സ്ഥാനം ഗുജറാത്തും പുതുച്ചേരിയും. 2023 5ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ, 2ാം സ്ഥാനം ഉത്തർപ്രദേശ്, 3ാം സ്ഥാനം ഗുജറാത്തും പുതുച്ചേരിയും. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് പുല്ലമ്പാറ പഞ്ചായത്ത്, തിരുവനന്തപുരം. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് പുല്ലമ്പാറ പഞ്ചായത്ത്, തിരുവനന്തപുരം. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.